അങ്ങനെ അവസാനം മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും എല്ലാം ആഗ്രഹം പോലെ നയന ഗർഭിണിയാവുകയാണ്. ഇതറിഞ്ഞ ദേവയാനിയുടെ മനസ്സ് ഒന്ന് മാറാണ്. സ്വന്തം മോനൊരു കുഞ്ഞു പിറക്കുകയാണെന്ന് പറയുമ്പോൾ ഏതൊരമ്മയ്ക്കും സന്തോഷമായിരിക്കും. അതുപോലെ തന്നെയാണ് ദേവയാനിക്കും. ഇന്നത്തെ എപ്പിസോഡിലോട്ട് കിടക്കാം. അനാമികയും ജലജയും ജാനകിയും കൂടെ ദേവയാനിയും ഒക്കെ ചേർന്ന് ആദർശിനെയും നയനയെയും ഒന്നിപ്പിക്കാതിരിക്കാൻ പല തന്ത്രങ്ങളും എടുക്കുന്നുണ്ട്. എന്നാ അതൊന്നും നയനയുടെ അടുത്തും ആദർശിന്റെ അടുത്തും നടക്കുന്നില്ല. രണ്ടുപേരെയും ഒരുമിച്ച് ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് ആദർശിന് മനസ്സിലാവുന്നുണ്ട്. ഇങ്ങനൊരു നാടകം കളിച്ചാൽ മാത്രമേ ആദർശിനും നയനയ്ക്കും ഒരുമിച്ച് ജീവിക്കാൻ കഴിയൂ എന്ന് ആദർശിന് മനസ്സിലാവാണ്. എന്താണ് ആ നാടകം എന്നല്ലേ? നയനയോട് ദേഷ്യപ്പെടുക, അതായത് നയനയും ആദർശും തമ്മിൽ വഴക്കിടുക. ഇതറിയുമ്പോൾ ദേവയാനിക്കും ജാനകിക്കും അതുപോലെ ജലജയ്ക്കും ഒക്കെ സന്തോഷാവുമല്ലോ. അതാണ് ആദർശിന്റെ പ്ലാൻ. അങ്ങനെ ആദർശ് നയനോട് ഇക്കാര്യം പറയുന്നുണ്ട്. ആദ്യം നയന പറയുന്നുണ്ട്, എന്തിനാ ആദർശേട്ടാ വെറുതെ അമ്മയെ എങ്ങനെ വേണ്ട, പറ്റിക്കണ്ട, ആരോട് എങ്ങനെയൊന്നും ചെയ്യണ്ട, അത് നല്ലതല്ല. മുത്തശ്ശനും മുത്തശ്ശിയും അറിഞ്ഞ ഒരുപാട് സങ്കടപ്പെടും. എന്തിനാ മുത്തശ്ശന്റെ ഈ അവസ്ഥയിൽ ഇങ്ങനൊരു നാടകം കളിക്കുന്നേ? ഇത് നമുക്ക് മുത്തശ്ശൻ്റെ അടുത്തും പറയാം. അല്ലാതെ ചെയ്തു കഴിഞ്ഞാൽ മുത്തശ്ശൻ പിടിക്കും, അതുറപ്പാ. മുത്തശ്ശനോട് പറഞ്ഞ് അനുവാദം വാങ്ങിയിട്ട് നമുക്ക് ഈ നാടകം കളിക്കാം. അതല്ലെങ്കിൽ അവര് നമ്മളെ ഒന്നിച്ച് ജീവിക്കാൻ സമ്മതിക്കില്ല നയന. അതുകൊണ്ടാ ഇത് നീ ഞാനും തമ്മിൽ വഴക്കിട്ട് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും നമ്മൾ ഒരുമിച്ച് ഒരു റൂമിൽ കഴിയില്ല, അവർ തമ്മിൽ വലിയ പ്രശ്നമാണെന്ന്. അങ്ങനെ നീ നിന്റെ വീട്ടിലോട്ട് പോകണം, ഞാൻ അങ്ങോട്ട് വരാം. ഇത് നല്ല ഐഡിയ അല്ലേ? എന്തിനാ ആദർശേട്ടാ വെറുതെ? വേണ്ട, അതൊന്നും വേണ്ട. അയ്യേ, ഇതൊക്കെ വളരെ മോശം ആദർശേട്ടാ, അതിന്റെ ആവശ്യമൊന്നുമില്ല. എന്താ ആദർശേട്ടാ ഇങ്ങനെ കുട്ടികളെ പോലെ ഓരോ കാര്യങ്ങളൊക്കെ? അല്ലേ ഈ അമ്മ എന്തെങ്കിലും കാരണം പറഞ്ഞ് നിന്നെയും എന്നെയും പിരിച്ചു നിർത്തും. അതിലും നല്ലതല്ലേ നമുക്ക് ഇങ്ങനെ ചെയ്യുന്നത്. എന്തായാലും മുത്തശ്ശൻ്റെ അടുത്ത് ഞാൻ പോയിട്ട് കാര്യങ്ങൾ പറയാം. അങ്ങനെ മുത്തശ്ശനോട് ആദർശ് പോയി പറയാണ്. ആദ്യം മുത്തശ്ശൻ പറയുന്നുണ്ട്, എന്താ ആദർശേ, നീ നിന്റെ അമ്മയെ പേടിച്ചാണോ നയനെ വീട്ടിലോട്ട് പറഞ്ഞു വിടുന്നേ? അതൊന്നും വേണ്ട. മുത്തശ്ശന് അമ്മയുടെ കാര്യം അറിയുന്നല്ലേ. അമ്മയ്ക്ക് എന്നോട് അതിര് വിടാൻ പറ്റാത്ത സ്നേഹ. അതുകൊണ്ട് അമ്മയെ ഒന്നും പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്കിനി തോന്നുന്നില്ല. ഞങ്ങൾ തമ്മിൽ ഒരുമിച്ച് ജീവിക്കുന്നുണ്ടെങ്കിൽ അത് അമ്മയുടെ സമ്മതത്തോടു കൂടിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാ മുത്തശ്ശ ഇങ്ങനൊരു നാടകം കളിക്കാമെന്ന് കരുതിയത്. നാടകം നിന്റെ അമ്മ പിടിച്ചാലുള്ള അവസ്ഥ നീ ചിന്തിച്ചിട്ടുണ്ടോ? ഇതൊന്നും വേണ്ട ആദർശേ, വെറുതെ ആവശ്യമില്ലാതെ. മുത്തശ്ശ സമ്മതിച്ചാ നയന സമ്മതിക്കുള്ളൂ. അതുകൊണ്ടാ. ഒന്ന് സമ്മതിക്കും മുത്തശ്ശ, ഞാനല്ലേ പറയുന്നേ. അങ്ങനെ മുത്തശ്ശൻ സമ്മതിക്കുകയാണ്. അങ്ങനെ നേരെ പോകുന്നത് നയനയുടെ അടുത്തോട്ടാണ്. ഇക്കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. കൂടെ നമ്മുടെ നവ്യേനെയും കൂട്ടുന്നുണ്ട്. നവ്യ ഇല്ലാത്ത വല്ല പരിപാടിയുണ്ടോ? നവ്യ അഭിനയിച്ച് തകർക്കാൻ മിടുക്കിയാണെന്ന് ആദർശിന് നന്നായിട്ടറിയാം. അങ്ങനെ നവ്യയെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയാണ്. നീ കട്ടയ്ക്ക് കൂടെ നിൽക്കണമെന്ന് നയനയോട് ആദർശ് പറയുന്നുണ്ട്. അതിനെന്താ ആദർശേട്ടാ, ഞാൻ കൂടെ തന്നെ ഉണ്ടാവുമെന്ന് നയനയും പറയാണ്. എന്നാൽ നയനയ്ക്ക് ഇതിനോടൊന്നും വലിയ താല്പര്യമില്ല. ആദർശേട്ടന്റെ നിർബന്ധപ്രകാരമാണ് നയന ഇതിന് കൂടെ നിൽക്കുന്നത്. ആദർശ് നയനയുടെ അടുത്ത് പറയുന്നുണ്ട്, നീ ഒരു ബാഗും എടുത്ത് ഇപ്പം തന്നെ ഇറങ്ങണം. ഇറങ്ങാൻ നേരത്ത് എല്ലാവരും ചോദിക്കും നീ എങ്ങോട്ടാ പോകുന്നതെന്ന്. ആ സമയത്തെ നീ പറയണം, ഇനി എനിക്ക് ആദർശേട്ടൻ്റെ കൂടെ ജീവിക്കാൻ പറ്റില്ല, ആദർശേട്ടൻ്റെ സ്വഭാവം വളരെ മോശമാണെന്ന്. ബാക്കി ഞാൻ പറഞ്ഞോളാം. അങ്ങനെ നയന ബാഗൊക്കെ പാക്ക് ചെയ്ത് താഴോട്ട് പോവാണ്. ഈ സമയത്ത് ജലജ കാണുന്നുണ്ട്. ജലജ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. ഇവളെങ്ങോട്ടാ ബാഗൊക്കെ എടുത്ത്? ഇനിയിപ്പോൾ ആരോടും പറയാതെ ആദർശും നയനയും ഹണിമൂണ് പോകാൻ പ്ലാൻ ചെയ്തോ? അപ്പൊ ആദർശിനെ കാണുന്നില്ലല്ലോ. ഇവളുടെ ഫേസൊക്കെ കണ്ട് ഇവൾ ഇവിടുന്ന് എന്നേക്കുമായിട്ട് ഇറങ്ങി പോവാണെന്നാ എനിക്ക് തോന്നുന്നേ. അവളോട് തന്നെ പോയി ചോദിക്കാം. വേണ്ട, ആദ്യം ചേച്ചിയോട് പോയിട്ട് കാര്യം പറയാം. അങ്ങനെ നേരെ ദേവയാനിയുടെ അടുത്തോട്ട് ചെല്ലാണ്. ചേച്ചി, അവിടെ ഒരു കാര്യം കാണിച്ചു തരാം, വേഗം എങ്ങ് വാ. നയനയുടെ ശല്യം ഇന്നത്തോടെ തീരും. അവളിവിടുന്ന് ഇറങ്ങിപ്പോവാന്നാ തോന്നുന്നേ. അവൾ ഇറങ്ങിപ്പോവാനോ? ആ ചേച്ചി ഇങ്ങ് വന്നേ. അങ്ങനെ വിളിച്ചോണ്ട് പോവാണ്. കൂടെ അനാമികയും ജാനകിയും കാണും. അങ്ങനെ ഓടി ചെല്ലുന്നുണ്ട്. കണ്ടോ ചേച്ചി, ഞാൻ പറഞ്ഞില്ലേ, അവള് പോണത് കണ്ടില്ലേ? ഇവിടുന്ന് എന്നേക്കുമായിട്ട് ഇറങ്ങി പോവാന്നാ തോന്നേ. 2 പെട്ടിയൊക്കെ എടുത്തിരിക്കുന്നേ. നീ എങ്ങോട്ടാടി പോന്നേ എന്ന് ദേവയാനി ചോദിക്കുന്നുണ്ട്. അപ്പോൾ നയന അവിടെ നിൽക്കാണ്. നീ പെട്ടിയും പ്രമാണമൊക്കെ എടുത്ത് എങ്ങോട്ടാ പോന്നേ? പറയാതെ അങ്ങ് ഇറങ്ങിപ്പോവാ. എനിക്കിനി നിങ്ങളുടെ മകൻ ആദർശിന്റെ കൂടെ ജീവിക്കാൻ പറ്റില്ല. ആദർശേട്ടനുമായിട്ട് നല്ല രീതിക്ക് എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുമെന്ന് തോന്നില്ല. ആദർശേട്ടന്റെ സ്വഭാവം അത്ര ശരിയല്ല. എൻ്റെ മോന്റെ സ്വഭാവം ശരിയല്ല എന്നോ? അങ്ങനെ പറയാൻ നീ ആരാടി? നീ അവിടെ നിൽക്ക്, ഞാൻ ആദർശിനോട് കൂടി ഒന്ന് ചോദിക്കട്ടെ. അങ്ങനെ ആദർശ് വന്ന് പറയുന്നുണ്ട്, അമ്മേ അവള് പൊക്കോട്ടെ, അവളെ ഇവിടെ പിടിച്ചു നിർത്തണ്ട. അനാമിക പറയുന്നുണ്ട്, ആഹാ കൊള്ളാലോ, രണ്ടാളും തമ്മില് അടിച്ച് പിരിഞ്ഞു എന്നാ തോന്നുന്നേ. എന്താ ആദർശേ, നിങ്ങൾ തമ്മില് എന്താ പ്രശ്നം?
അതൊന്നുമില്ല അമ്മേ, ഇവൾക്കേ സംശയരോഗ. അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഒരുപാട് നാളായി തുടങ്ങിയിട്ട്. ഞാൻ പിന്നെ ക്ഷമിച്ചങ്ങ് പോവാ. എനിക്കാണോ സംശയരോഗം? എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിട്ട് എന്നോട് ഇങ്ങനെ സംസാരിക്കാൻ നിൽക്കരുത് എന്ന് നയന പറയാണ്. നിർത്തടി, നീ എന്താ അവനോട് തട്ടിക്കയറുന്നേ? മിണ്ടാതിരിക്കെ. മോനെ, നിന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ലയെന്ന് അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. നിന്റെ തീരുമാനം പോലെ നടക്കട്ടെ. അവളെ പാട്ടിന് പൊക്കോട്ടെ. അവള് പോവേ വരേ എന്ത് വേണേ ചെയ്തോട്ടെ. അങ്ങനെ നയനെ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. എന്നാ എല്ലാവർക്കും സന്തോഷാവുന്നുണ്ട്. എന്തായാലും എനിക്ക് പണിയില്ലാതെ ആ നയനെ ഇറങ്ങിപ്പോയല്ലോ. ഇനി ആ നവ്യെ കൂടെ ഇവിടുന്ന് പുറത്താക്കണം. എന്നാലേ എനിക്ക് സമാധാനാവൂ. എന്നിട്ട് ഈ അനന്തപുരി എനിക്ക് കിട്ടണം, എനിക്ക് ഭരിക്കണം ഇവിടെ എന്നൊക്കെ അനാമിക പറയുന്നുണ്ട്. ദേവയാനിക്കും ജലജയ്ക്ക് ഒരുപാട് സന്തോഷാവുകയാണ്. എന്നാ നവ്യ വരുന്നുണ്ട്. എന്താ ആദർശേട്ടാ, നയൻ എന്തിനാ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്? നിന്റെ അനിയത്തി നിന്നോടൊന്നും പറഞ്ഞില്ലേ? പറയാതിരിക്കാൻ വഴിയില്ലല്ലോ. എൻ്റെ അടുത്തൊന്നും അവൾ പറഞ്ഞില്ല. അവൾക്ക് ആകെ സങ്കടമായിരുന്നു, കുറച്ച് കരഞ്ഞു. ഞാൻ കാര്യം ചോദിച്ചപ്പോൾ അവളൊന്നും പറഞ്ഞില്ല. അവള് വീട്ടിലോട്ട് പോവാണെന്ന് പറഞ്ഞു. എന്താ ആദർശേട്ടാ പ്രശ്നം? അവൾക്ക് എന്നെ ഭയങ്കര സംശയം. ഓഫീസിൽ ഒരു പെൺകുട്ടിയോട് പോലും ഞാൻ സംസാരിക്കാൻ പാടില്ല. ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? അതുകൊണ്ടേ അവളെ പാട്ടിന് പൊക്കോട്ടെ എന്ന് വിചാരിച്ചു. അല്ലെങ്കിലും ഞങ്ങൾ തമ്മിൽ തീരെ ചേരില്ല. അമ്മ പറയുന്ന പോലെ തന്നെയാ അവളും ഞാനും തമ്മിലേ മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇനി അവൾക്ക് അവളുടെ വഴി, എനിക്ക് എൻ്റെ വഴി. ഇതൊക്കെ കേട്ട് ദേവയാനിക്ക് അങ്ങ് സന്തോഷമാവുന്നുണ്ട്. ആദർശിനെ കെട്ടിപ്പിടിക്കാനൊക്കെ ദേവയാനിക്ക് തോന്നുന്നുണ്ട്. അത്രയും സന്തോഷത്തിലാണ് നിൽക്കുന്നത്. നയനെ അങ്ങനെ അനന്തപുരി വിട്ട് ഇറങ്ങുകയാണ്. അങ്ങനെ ഇനി ആദർശ് നയനയുടെ വീട്ടിലോട്ട് പോകും. അതൊക്കെ നമുക്ക് എങ്ങനെയാണെന്നൊക്കെ വഴിയേ കണ്ടറിയാം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും ടാറ്റാ.